ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയത്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2020 മോഡൽ ബാറ്ററിയാണ്. നമ്മളൊരു പ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞു വിട്ടാണ്, അതായത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ റിപ്പീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റാണ് കാണിക്കുക, പോയ ബാറ്ററിയാണ് ശരിക്കും കാണിക്കുക. വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാനുള്ള ആംബിയർ ബാറ്ററിക്ക് ഇല്ല. അതാണ് ശരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്. നേരെ മറിച്ച് നമ്മളതിൻ്റെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൂളായിട്ട് അത് വർക്ക് ചെയ്യും. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് കൃത്യമായിട്ടുള്ള ആംബിയർ വേണം. അപ്പോൾ അത് ചില സമയങ്ങളിൽ തീരെ ലോ ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ ലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും വോൾട്ട് കാണിക്കുന്നുണ്ട്, ഇവിടെ നോക്കിയാൽ വോൾട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ബാറ്ററി ഡാമേജാണ് കാണിച്ചാണ്. ഇപ്പം ബാറ്ററി ചാർജ് ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ലോയിലേക്ക് വരും, ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് തന്നെ കാണിക്കും. ഇപ്പം നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് തരാം. അതേപോലെ തന്നെ നമുക്ക് ഈ വൈസറിൻ്റെസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബുക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിലൊന്ന് ബുക്ക് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അഡ്വാൻസ് അടച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. ഫൈബർ പാർട്സ് ആയതുകൊണ്ട് അഡ്വാൻസ് അടച്ചാലാണ് നമ്മൾ വരുത്തുള്ളൂ. അപ്പോൾ അത് അടച്ച് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടി അറേഞ്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ.